എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ വിഷയത്തെക്കുറിച്ചല്ല കേട്ടോ, മറിച്ച് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയുടെ ഭാവിയും സുരക്ഷയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കത്തെക്കുറിച്ചാണ്. അടുത്തിടെ നിങ്ങൾ വാർത്തയെ കണ്ടിട്ടുണ്ടാവും, സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന് തന്ത്രപരമായിട്ടുള്ള പ്രതിരോധ കരാർ അഥവാ സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് SMDAയിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നൊരു വാർത്തയല്ലേ. ഇത് വെറും ഒരു കരാറല്ല കേട്ടോ, മറിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നുള്ള ഒരു ധാരണയാണ്, പരസ്പര ഉടമ്പടിയാണ്. ഇപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഈ സൗഹൃദ ബന്ധം നിലനിൽക്കുന്നു നമുക്കറിയാമല്ലേ. അത് അണ്ടർഗ്രൗണ്ടിലൂടെയും പ്രത്യക്ഷത്തിലൂടെയും ഒക്കെ പല രീതികളിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ബന്ധം ഒരു ഔദ്യോഗിക സഖ്യമായി മാറിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ എന്താണ്? ഇത് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കും? ഇന്ത്യയുടെ നിലവിലെ സൗദി ഇന്ത്യ ബന്ധത്തെ ഇതെങ്ങനെ ബാധിക്കും? ഇനി ഇന്ത്യയുടെ മുമ്പിലുള്ള വഴികൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ വിഷയങ്ങളെയൊക്കെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഈ വിഷയത്തിൻ്റെ ഓരോ വശവും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നമ്മളിവിടെ കേവലം കരാർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. ഇന്ത്യയും സൗദിയുമായിട്ട് നല്ല ബന്ധമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. പക്ഷേ പാകിസ്ഥാൻ എന്നുള്ളത് നമ്മുടെ ശത്രു രാജ്യമാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരവാദി ആക്രമണം അവിടുത്തെ ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്യുന്നതാണ്. അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും പണവും എല്ലാം കൊടുക്കുമെന്ന്. അപ്പോൾ ആ രാജ്യം തന്നെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യമായിട്ടാണ് സൗദി അറേബ്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതുപോലെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു 10-15 മിനിറ്റുള്ളിൽ അറിയണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചൊക്കെ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ട, ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീഡിലേക്ക് കയറി വന്നോളും. അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ പലപ്പോഴും പ്രധാനപ്പെട്ട വാർത്തകൾ പിന്തുടരാറുണ്ട്, കാരണം അത് നമ്മുടെ രാജ്യത്തെയും നമ്മളെ ബാധിക്കുന്നതാണ്. എന്നാൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ വെറും അറിവ് മാത്രം പോരെ, സാമ്പത്തികമായിട്ട് വളരാനും നമ്മൾ തയ്യാറാകണമല്ലേ. അതിനായി നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിക്ഷേപങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ ചെയ്യണം. ഇവിടെയാണ് പലർക്കും വലിയൊരു പിഴവ് പറ്റുന്നത്. നല്ല പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്താലും വലിയ ബ്രോക്കറേജ് ചാർജുകൾ നൽകേണ്ടി വരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ നിക്ഷേപങ്ങൾക്ക് ബ്രോക്കറേജ് ആയിട്ട് ₹1 പോലും നൽകേണ്ടതില്ല. ഇൻട്രാഡേ F&O ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് വലിയ തുക ഇതിനായി ചെലവഴിക്കേണ്ടതുമില്ല. ഇന്ന് ശൂന്യ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരു ഓർഡറിന് വെറും ₹5 മാത്രം വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഈ മേഖലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിലൊന്നാണ്. പല ട്രേഡേഴ്സും മാസം 10,000 മുതൽ 20,000 വരെ വെറുതെ ബ്രോക്കറേജായി നഷ്ടപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ശൂന്യം ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനകരമാണ്. നിങ്ങൾക്കൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഇതുവരെ ഇല്ലെങ്കിൽ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ശൂന്യയിൽ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്കും വിവരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എളുപ്പത്തിൽ തുറക്കാം. ട്രേഡിംഗ് ഈസ് ഓപ്ഷണൽ, ബട്ട് നിക്ഷേപങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. ബ്രോക്കറേജ് ഇല്ലാതെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വഴി. അതിനായിട്ട് ഇപ്പോൾ തന്നെ അക്കൗണ്ട് തുറക്കൂ. ബ്രോക്കറേജ് ഇനത്തിൽ ചെലവഴിക്കുന്ന പണം ലാഭമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. നിലവിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഓപ്ഷൻ ശൂന്യയിൽ അക്കൗണ്ട് തുറക്കുന്നത് തന്നെയാണ് കേട്ടോ. ഏറ്റവും കുറഞ്ഞ ചാർജുകളാണ് അവർ ഈടാക്കുന്നത്. പല വിഭാഗങ്ങളിലും ചാർജുകൾ 0 അതുകൊണ്ടാണ് ഇതിനെ ശൂന്യ എന്ന് വിളിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെ ലിങ്ക് ഉപയോഗിക്കാം. ആധാർ, പാൻ കാർഡ് പോലെയുള്ള അടിസ്ഥാന വിവരങ്ങൾ മാത്രം നൽകി വളരെ എളുപ്പത്തിൽ അക്കൗണ്ടും തുറക്കാം. തുടർന്ന് പതിയെ പഠിച്ച് നിങ്ങൾക്ക് നിക്ഷേപ ശീലവും വളർത്താം. ഇത് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും മികച്ച സാമ്പത്തിക ശീലങ്ങളിൽ ഒന്നാണ്. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. ആദ്യം നമ്മുടെ കരാറിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഈ SMDA? ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു പ്രതിരോധ ഉടമ്പടിയാണ്. അതായത് പാകിസ്ഥാനോ സൗദിയോ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുടെയും സൈന്യം ഒരുമിച്ച് നിൽക്കുമെന്നുള്ള ഒരു പരസ്പര ഉറപ്പാണ് ഈ ഒരു ഉടമ്പടിയിലൂടെ അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പരസ്പരമായിട്ട് നൽകുന്നതല്ലേ. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നിയേക്കാം, പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ട്, പക്ഷേ ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യം എന്നുള്ളത് പാകിസ്ഥാനാണ്. അവർക്ക് തരക്കേടില്ലാത്ത ഒരു സൈന്യവുമുണ്ടല്ലേ. ഇപ്പോൾ സൈന്യത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇന്നലെ കണ്ടൊരു വാർത്തയാണ്, പാകിസ്ഥാൻ എയർഫോഴ്സ് ബോംബിടുകയാണ് ഒരു സ്ഥലത്ത്. എവിടെയാണ് ബോംബിട്ടെന്നറിയാവോ? അവരുടെ തന്നെ പ്രവിശ്യയിൽ. അങ്ങനെ പാകിസ്ഥാനികൾ മരിക്കുകയാണ്. 30ഓളം പേരോ മറ്റോ. ആ ഒരു പാകിസ്ഥാൻ എയർഫോഴ്സ് തന്നെ പാകിസ്ഥാനിലെ ജനങ്ങളെ കൊല്ലുകയാണ് ഇന്നലെ. സത്യം പറഞ്ഞാൽ അതാണ് ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ. അപ്പോൾ അവർക്ക് ആർമി, നേവി, എയർഫോഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും അവർക്ക് തരക്കേടില്ലാത്ത ഒരു സൈന്യമുണ്ടെന്ന് കരുതുക. അതേസമയം സൗദി അറേബ്യ ആകട്ടെ പണവും എണ്ണയും ശക്തിയുമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ അതിശക്തനാണല്ലോ, അതികായനാണ് സൗദി എന്നുള്ളത്. പതിറ്റാണ്ടുകളായിട്ട് ഇവർക്കിടയിൽ രഹസ്യമായിട്ടുള്ള സൈനിക പങ്കാളിത്തമുണ്ട്. ആ ബന്ധം ഇപ്പോൾ രേഖാമൂലമുള്ള നിയമപരമായിട്ടുള്ള സഖ്യമായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ശീതയുദ്ധകാലത്ത് അവരുണ്ടാക്കിയ കരാറുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ്. ഇനി സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇത് അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനുള്ള അവരുടെ ധീരമായിട്ടുള്ള തീരുമാനത്തെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കരാർ ഇപ്പോൾ ഒപ്പുവെച്ചത്? ഇതിന്റെ പിന്നിൽ പശ്ചിമേഷ്യയിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് കാരണം. കുറച്ച് നാളുകളായിട്ട് അമേരിക്കയുടെ സുരക്ഷാ വാഗ്ദാനങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത് അല്ലേ. സമീപകാലത്ത് ഇസ്രായേൽ ഖത്തറിന് നേരെ വലിയൊരു മിസൈൽ ആക്രമണം നടത്തുകയാണ്. ആ ഒരു ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങൾ തീർത്തും ഞെട്ടിത്തെറിക്കുകയാണല്ലേ. US ശ്രദ്ധ മാറ്റിയതുപോലെ, അല്ലെങ്കിൽ US വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് സൗദി അറേബ്യക്ക് തോന്നിയിട്ടുണ്ടാകാം.
അതുപോലെ ഗാസയിലെ യുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ തുടങ്ങിയ സംഭവങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കുകയാണ്. അതുകൊണ്ട് തങ്ങൾക്ക് വലിയ സൈന്യവും ആണവശക്തിയുമുള്ള ഒരു സുഹൃത്ത് ആവശ്യമുണ്ടെന്ന് സൗദിക്ക് തോന്നുകയാണ്. ആ സുഹൃത്താണ് പാകിസ്ഥാൻ അല്ലേ. അതായത് അവർ എടുത്ത സുഹൃത്ത് തെറ്റിപ്പോയി. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രാജ്യമാണെന്ന് ഒരു ഇന്ത്യക്കാരനോടും പറയേണ്ട കാര്യമില്ലല്ലേ. അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ സ്വഭാവം എന്താണ്, എല്ലാം നമ്മളെപ്പോലെ പാകിസ്ഥാനെ അറിയാവുന്ന മറ്റൊരു രാജ്യം കാണില്ലല്ലേ. പക്ഷേ സൗദിക്ക് സംബന്ധിച്ച് ഓക്കെ, ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യമാണ്. അതുകൊണ്ട് ഒരു ആണവായുധമുള്ള സുഹൃത്തിനെ മാത്രം, അങ്ങനത്തെ ഒരു ഇതിലാണ് അവർ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത് നിലവിൽ. അതുകൊണ്ട് തന്നെ ഈ കരാറിനെ പലരും ആണവ കവചം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൗദി അറേബ്യ ദീർഘകാലമായിട്ട് പാകിസ്ഥാന്റെ ആണവ ശക്തിയെ ഒരു പ്രതിരോധമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. സൗദി പാകിസ്ഥാന്റെ ആണവ പദ്ധതികൾക്ക് ധനസഹായം നൽകിയിട്ടുണ്ടെന്നും ഈ കരാർ പാകിസ്ഥാന്റെ ആണവ സംരക്ഷണം സൗദിക്കും ലഭ്യമാക്കുമെന്നും ഒക്കെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്നത്. ഒരു മുതിർന്ന സൗദി ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കരാറിന് കീഴിൽ എല്ലാ സൈനിക മാർഗങ്ങളും ഉപയോഗിക്കുമെന്നുള്ളതാണ്. അത് ആണവ പ്രതിരോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇറാനെ പോലെയുള്ള എതിരാളികൾക്ക് സൗദി അറേബ്യ ഒരു സന്ദേശം നൽകുകയാണ്, ഞങ്ങൾക്ക് യുഎസിന്റെ സംരക്ഷണം മാത്രമല്ല മറ്റു വഴികളും ഉണ്ട് എന്നുള്ളത്. ചുരുക്കത്തിൽ സൗദി അറേബ്യ പാകിസ്ഥാന്റെ സൈനിക ശക്തി ഉപയോഗിച്ച് ഒരു സ്വയം സുരക്ഷാ കവചം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നമ്മൾ നോക്കണം, ആരാണ് ഈ പാകിസ്ഥാൻ? അതായത് സൗദി അറേബ്യയുമായിട്ട് കരാറുണ്ടാക്കിയ ഈ രാജ്യം ഒരു സാധാരണ രാജ്യമല്ല, മറിച്ച് ദശാബ്ദങ്ങളായിട്ട് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന അസ്ഥിരത, ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. നമുക്കറിയാം, അവിടുത്തെ ഗവൺമെൻറ് തന്നെ ടെററിസത്തെ, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റാണ്. അവിടുത്തെ മിലിറ്ററി ചീഫ്, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ എല്ലാവരും തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാശ്മീർ എന്നുള്ളത് ഞങ്ങളുടെ കഴുത്തിലെ സിര പോലെയാണെന്നൊക്കെ അടക്കം സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു ഈ ഒരു പെഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് വൈസ് ടെററിസ്റ്റുകളാണ്. അങ്ങനത്തെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത്. അതോടൊപ്പം 2008 മുംബൈ ഭീകരാക്രമണം, പിന്നെ ഉറി ഭീകരാക്രമണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടല്ലേ. നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാകിസ്ഥാനെ ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭീകരവാദത്തെ അയൽക്കാർക്കെതിരെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ നയത്തിൻ്റെ ഭാഗമാണെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് സൗദി കരാറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതാണല്ലോ നമ്മുടെ ചോദ്യം എന്നുള്ളതല്ലേ. പാകിസ്ഥാന് വളരെ ശക്തമായിട്ടുള്ള ഒരു അറബ് രാജ്യം, അതായത് സൗദി അറേബ്യയുമായിട്ട് ഒരു പ്രതിരോധ കരാർ ലഭിക്കുന്നത് പാകിസ്ഥാനെ കൂടുതൽ ധൈര്യശാലിയാക്കും. ഒരു ഉദാഹരണം നോക്കാം. പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകരർ ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, അത് സംഭവിക്കുന്ന ഒന്നാണ്. ഇന്ത്യ പാകിസ്ഥാന് നേരെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥരാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതാണല്ലോ ഈ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൗദി കൂടെ നിൽക്കും, സൗദി ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ കൂടെ നിൽക്കും. ഇതാണ് ഈ കരാർ എന്നുള്ളത്. അപ്പോൾ കരാറിൻ്റെ വാക്യങ്ങൾ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ആക്രമണം പാകിസ്ഥാനെതിരെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൗദിക്കെതിരെയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഭീകരവാദത്തെ പിന്തുണച്ചാലും പാകിസ്ഥാന് ഈ കരാറിലൂടെ ഒരു സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഈ സമീപകാല സംഭവങ്ങൾ ആശങ്ക നല്ലതുപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് പെഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള തീവ്രവാദി ആക്രമണം അറിയാലോ അല്ലേ. അതിൽ ഒരുപാട് സാധാരണ നിഷ്കളങ്കരായിട്ടുള്ള ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട കാര്യം, വിദേശികളും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്കറിയാം. അതിന് മറുപടിയായിട്ട് നമ്മുടെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി അവിടുത്തെ മസൂദ് അസറിൻ്റെ കുടുംബത്തെ മൊത്തം ചുട്ടുചാമ്പലാക്കിയല്ലേ. അത് അന്ന് പലരും സമ്മതിച്ചില്ലായിരുന്നു. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ആ കാര്യം സ്ഥിരീകരിച്ച് പറഞ്ഞു, പക്ഷേ ഇവിടെ കേരളത്തിലുള്ളവർക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റില്ല. തെളിവ് എവിടെയെന്നൊക്കെ. ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പ് അവിടുത്തെ തീവ്രവാദി തന്നെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസൂദ് അസറിൻ്റെ കുടുംബത്തെ മൊത്തം ഇന്ത്യ ചുട്ടരിച്ചു, തകർത്ത് കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ വിശ്വാസമായി പലർക്കും. എന്തായാലും ഒരുപാട് പതിറ്റാണ്ടുകൾക്കിടയിലുള്ള ഏറ്റവും വലിയ സൈനിക ഏറ്റുമുട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു വെടിനിർത്തലിലൂടെ അവസാനമാകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ സൗദി അറേബ്യ പാകിസ്ഥാനെ പ്രതിരോധത്തിനായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയായിട്ടുള്ളൊരു നീക്കമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇത് അക്രമങ്ങൾ നടത്തുന്ന പാകിസ്ഥാന് ഒരു പ്രതിഫലം നൽകുന്നതിന് തുല്യമാണ്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നയതന്ത്രപരമായിട്ട് ഇതിനോട് പ്രതികരിച്ചത് കരാറിൻ്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കുമെന്നുള്ളതാണ്. അതായത് ഇന്ത്യക്ക് ആശങ്കയുണ്ട്, പക്ഷേ അവർ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വിഷയത്തിൽ സൗദി അറേബ്യയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ വ്യക്തമായിട്ട് നോക്കാം. പാകിസ്ഥാനും സൗദിയും തമ്മിൽ വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. പാകിസ്ഥാൻ സൈനികരെയും പരിശീലനത്തെയും രഹസ്യമായിട്ടുള്ള ആണവ ഉറപ്പുകളുമാണ് നൽകുന്നത്. സൗദി അറേബ്യ ആകട്ടെ തിരിച്ച് എണ്ണയും സാമ്പത്തിക സഹായവുമാണ് നൽകുന്നത്. 1960-കൾ മുതൽ പാകിസ്ഥാൻ സൈനികർ സൗദി അറേബ്യയിലുണ്ടല്ലേ, നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. സൗദി പലപ്പോഴും പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ രക്ഷിച്ചിട്ടുമുണ്ട്, പൈസയൊക്കെ കൊടുത്ത് രക്ഷിച്ചു
പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ കരാറിലൂടെ സൗദി അവരുടെ ദീർഘകാല സഹകരണത്തെ ഔദ്യോഗികമാക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഒരു ഔദ്യോഗിക കരാറായി മാറിയത്? ഇതിൻ്റെ പിന്നിൽ കാരണങ്ങൾ അക്കമിട്ട് പറയാം. ഒന്നാമത്തത് അനിശ്ചിതത്വത്തിനെതിരെയുള്ള ഒരു സുരക്ഷയാണ്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കുന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ കരാർ സൗദിക്ക് ഒരു സുരക്ഷാ കവചമാണ് നൽകുന്നത്. വാഷിംഗ്ടണിനോട്, അതായത് അമേരിക്കയോട് സൗദിക്ക് പറയാൻ കഴിയും, ആവശ്യമെങ്കിൽ ഞങ്ങൾക്ക് മറ്റ് സഖ്യങ്ങളുമുണ്ട്, നീ പോയി പണി നോക്കാൻ. ഇപ്പോൾ നമ്മൾ അമേരിക്കയോട് പോടാ പുല്ലേ ട്രംപേ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പറയാനായിരിക്കും സൗദി ഉദ്ദേശിക്കുന്നത്. പക്ഷേ സൗദി കൂട്ടുപിടിച്ച രാജ്യമാരാണ് ഈ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. രണ്ടാമത്തത് മേഖലയിലെ രാഷ്ട്രീയ നീക്കങ്ങളാണ്. ഇറാൻ വീണ്ടും ശക്തമായി വരുന്നത് സൗദി അറേബ്യ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടുവെങ്കിലും അവർക്കിടയിൽ ശത്രുത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇറാനെ നേരിടാൻ ആണവ ശക്തിയുള്ള ഒരു അയൽക്കാരനെ സഖ്യത്തിൽ നിർത്തുക എന്നുള്ളത് സൗദിയെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമാണല്ലേ. അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസയിലും മറ്റും നടത്തുന്ന ആക്രമണങ്ങൾ കാണുമ്പോൾ ഇസ്രായേലിനും ഇതൊരു സന്ദേശമാണ് നൽകുന്നത്. അതായത് ഞങ്ങളെ ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചല്ലോ, അതുപോലെ ഞങ്ങളെ ആക്രമിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ ആണവായുധം വീഴും, അത് പാകിസ്ഥാനിൽ നിന്നുള്ളതായിരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് സൗദി അറേബ്യ ഇവിടെ പറയാതെ പറയുന്നത്. മൂന്നാമത്തത് സാമ്പത്തികവും പ്രതിരോധപരവുമായിട്ടുള്ള താല്പര്യങ്ങളാണ്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പാശ്ചാത്യ ആയുധങ്ങളെ ആശ്രയിക്കാതെ പുതിയ പ്രതിരോധ പങ്കാളിത്തത്തെയാണ് തേടുന്നത്. അദ്ദേഹം ഉറപ്പായിട്ടും വലിയൊരു വിഷണറി ഉള്ള ഒരു ലീഡറാണ് കേട്ടോ. ഒരുപാട് കാഴ്ചപ്പാടുള്ള, ഒരുപാട് വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന നല്ലൊരു ഭരണകർത്താവ് തന്നെയാണ് അവിടുത്തെ മുഹമ്മദ് ബിൻ സൽമാൻ എന്നുള്ളതല്ലേ. അപ്പോൾ പാകിസ്ഥാൻ വലിയൊരു പ്രതിരോധ വ്യവസായമുണ്ട്. അതുകൊണ്ട് തന്നെ സൗദിക്ക് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ കഴിഞ്ഞേക്കാമെന്നൊരു പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ടാവും. നാലാമത്തത് മറ്റൊന്നുമല്ല, പഴയ സൗഹൃദം ശക്തമാക്കുക എന്നുള്ളതാണ്. സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിന് ഇസ്ലാമിക ഐക്യത്തിൻ്റെ ഒരു വശം കൂടിയുണ്ട് കേട്ടോ. ഇസ്ലാമിൻ്റെ പുണ്യസ്ഥലങ്ങൾ സൗദിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരേ ഒരു മുസ്ലിം ആണവശക്തിയുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്താൻ അവർക്ക് താല്പര്യവുമുണ്ട്. ചുരുക്കത്തിൽ സൗദി അറേബ്യ തങ്ങളെ സംരക്ഷിക്കാനും മുസ്ലിം രാജ്യങ്ങളുടെ ലോക നേതാവാകാനും വേണ്ടിയിട്ടാണ് ഈ കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. അവരൊരു സ്വതന്ത്ര പ്രാദേശിക ശക്തിയായിട്ട് ഉയർന്നു വരാനാണ് ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം. ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും അടുത്ത ബന്ധത്തിലാണുള്ളത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൗദിയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ ഏറ്റവും വിലയേറിയ പങ്കാളി എന്നുള്ളതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് ഊർജ്ജം, വ്യാപാരം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇവർക്ക് നല്ല ബന്ധമാണുള്ളത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ. ഒന്നാമത്തത് ഊർജ്ജ സുരക്ഷയാണ്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം 18% സൗദിയിൽ നിന്നാണ് വരുന്നത്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലേ. ഇനി സൗദിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്ത്യ ഒരു വലിയ എണ്ണ വിപണിയാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ഒരുപാട് ഫാക്ടറീസും ഒരുപാട് ഡൊമസ്റ്റിക് യൂസിലും എല്ലാം ആവശ്യമുണ്ട്. അതുകൊണ്ട് സൗദിക്കറിയാം ഏറ്റവും വലിയ മാർക്കറ്റ് അവരാണ്. അവരുമായിട്ടുള്ള ബന്ധം നല്ലതുപോലെ നിലനിർത്തണം എന്നുള്ളത്. 2 വ്യാപാരവും നിക്ഷേപവുമാണ്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യാപാരം $42 ബില്യൺ. സൗദി ഇന്ത്യയുടെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് കേട്ടോ. സൗദി ഫണ്ട് ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2.6 ദശലക്ഷം ഇന്ത്യക്കാർ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ബന്ധങ്ങൾ വളരെ ശക്തമാണ്. 3 പ്രതിരോധമാണ്. അടുത്തിടെ ഇന്ത്യയും സൗദിയും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങൾ വളരെ ശക്തമാകുന്നുണ്ട്. ഇരു രാജ്യങ്ങളും സംയുക്ത നാവികക്കാര അഭ്യാസങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. 2024 ഇന്ത്യ സൗദിക്ക് $225 മില്യൺ ആയുധങ്ങളാണ് വിറ്റിട്ടുണ്ടായിരുന്നത്. നമ്മൾ സൗദിക്ക് വിറ്റു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൗദി കരാർ ഇന്ത്യക്ക് നയതന്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് സൗദിയുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തേണ്ടതുണ്ട്. അതേസമയം നമ്മുടെ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് സൗദി സഖ്യമുണ്ടാക്കിയതിലുള്ള ആശങ്കയും നമുക്കുണ്ട്. സൗദി അറേബ്യ ഒഫീഷ്യൽസ് ഒക്കെ പറയുന്നത് ഇന്ത്യയുമായിട്ട് എക്കാലത്തേക്കാളും നല്ലൊരു ബന്ധമാണുള്ളത് എന്നൊക്കെ ഉള്ളതാണ്. ഇതൊരു പക്ഷേ നമ്മളെ സമാധാനിപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കാം. ഈ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്തൊക്കെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യക്ക് മുമ്പിൽ പല വഴികളുമുണ്ട്. ഒന്നാമത്തത് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുക എന്നുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ്. UAE-യുമായിട്ട് ഇന്ത്യക്ക് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറൊക്കെ ഉണ്ടല്ലേ. UAE എന്നുള്ളത് സൗദിയുടെ സഖ്യകക്ഷിയാണെങ്കിലും അവർക്ക് ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും സ്വന്തമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. UAE-യെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഗൾഫിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയും. 2 ഇറാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. സൗദിയുടെ എതിരാളിയായിട്ടുള്ള ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത്. ഈ കരാറിന് മറുപടിയായിട്ട് ഇറാനുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ ഇന്ത്യക്ക് കഴിയും. ചാബഹാർ തുറമുഖം പോലെയുള്ള പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ആശ്രയിക്കാതെ ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്താൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും. 3 ഇസ്രായേലുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധമാണ്. പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഇന്ത്യക്ക് ഒരു സ്വാഭാവിക സഖ്യമാണല്ലേ. പ്രതിരോധ സാങ്കേതിക വിദ്യയിലും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും ഇവർക്ക്, അതായത് ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിൽ നല്ല ബന്ധമാണുള്ളത്. പാകിസ്ഥാൻ സൗദി കരാറിനെ ഇസ്രായേലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. ഇന്ത്യക്കും ഇസ്രായേലിനും ഈ വിഷയത്തിൽ
കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വളരെ അനായാസം കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാലോചിച്ച് നോക്കി, ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഖത്തറിനെയാണ് ആക്രമിച്ചത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗൾഫ് കൺട്രി, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഗൾഫ് കൺട്രി അല്ലേ. അപ്പോൾ ഖത്തറിനെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതിയും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. 4 ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. എണ്ണയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ എടുക്കുന്നുണ്ട്, മറ്റ് പല രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണ എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ സൗരോർജ്ജം പോലെയുള്ള റിന്യൂവബിൾ എനർജി റിസോഴ്സുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണ്, ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് E20 പെട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ 80% സാധാ പെട്രോളും ബാക്കി 20% എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഈഥൈൽ ആൽക്കഹോൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അത്രയും ഇറക്കുമതി നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അത് അങ്ങനെ നമുക്ക് വിദേശ നാണ്യമൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും. E20യെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത വീഡിയോ കണ്ടാൽ മതി. മുകളിൽ വരുന്ന ഐ ബട്ടൺ ഞെക്കിയാൽ E20യെ പറ്റിയിട്ട് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും 5ാമത്തത് സൗദിയുമായിട്ട് നയതന്ത്ര ചർച്ചകൾ നടത്തുക എന്നുള്ളതാണ്. ഈ കരാറിനെ ഒരു ഏറ്റുമുട്ടലായി കാണുന്നതിന് പകരം ഇന്ത്യക്ക് സൗദിയുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിയും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള നല്ല ബന്ധം ഇതിന് സഹായിക്കും. ഒരു ഭീകരാക്രമണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സൗദി പാകിസ്ഥാന്റെ കൂടെ നിൽക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യക്ക് ഒരു സംസാരത്തിലൂടെ, ഒരു ചർച്ചയിലൂടെ അനായാസം സാധിക്കും. കാരണം നമ്മളെന്നുള്ളത് വലിയൊരു ഗ്ലോബൽ പവറായി മാറിക്കഴിഞ്ഞു. 6ാമത്തത് ശക്തമായ പ്രതിരോധം നിലനിർത്തുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഉപരി സൈനികമായിട്ട് നമ്മൾ ശക്തരായി തന്നെ ഇരിക്കുക. നമ്മൾ പാകിസ്ഥാനേക്കാളൊക്കെ നമ്മുടെ ആർമി, എയർഫോഴ്സ്, നേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ എയർഫോഴ്സ് അവിടെ തന്നെ ബോംബിട്ട് അവിടുത്തെ തന്നെ പൗരന്മാരെ കൊന്നിട്ടുണ്ടായിരുന്നു. അമ്മാതിരി തലതെറിച്ച ആർമിയും എയർഫോഴ്സൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഭയങ്കര ടോപ്പാണ് ആ ഒരു കാര്യത്തിൽ. നമ്മളത് കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കണം. ഇത്രയും ശക്തമായിട്ടുള്ള നമ്മളെ ആക്രമിക്കാൻ സൗദി ഒന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുത്. എന്തൊക്കെയായാലും സൗദി പാകിസ്ഥാൻ പ്രതിരോധ കരാർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവമാണ്. അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് നിർണായകമാകുന്ന ഒരു പുതിയ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ വളരെ എളുപ്പത്തിൽ നേരിടാൻ കഴിയും. നമ്മൾ അമേരിക്ക ഇപ്പോൾ നേരിട്ടല്ലേ. എന്തൊക്കെയായിരുന്നു 50% ടാക്സ്, 100% ടാക്സ്, എന്നിട്ട് നമ്മൾ വഴങ്ങി. ഇല്ല, പോടാ പുല്ലേ ട്രംപ് എന്ന് പറഞ്ഞ് ഓടിച്ചല്ലേ. അപ്പോൾ നമുക്ക് നല്ല ശക്തമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളും സാമ്പത്തിക ശക്തിയും ഒക്കെ ഉണ്ട്. നമ്മൾ അത്രത്തോളം ഡിപ്ലോമാറ്റിക് ലെവലിൽ കാര്യങ്ങൾ ചെയ്യും. നമ്മളിന്ന് ലോകശക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കാര്യമായിട്ട് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഈ കരാറിൻ്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കുമെന്ന ഇന്ത്യയുടെ നിലപാട് നമുക്ക് ആത്മവിശ്വാസം അത്രത്തോളം നൽകുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തെ തന്നെയാണ് അത് കാണിക്കുന്നത് അല്ലേ. സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് പരിഭ്രാന്തിയില്ല, അമിതമായിട്ടുള്ള പ്രതികരണങ്ങളില്ല, മറിച്ച് വളരെ ശ്രദ്ധയോടെയുള്ള ആസൂത്രണം മാത്രമാണ് ഉള്ളത്, നടക്കുന്നത്. ഇത് ഇന്ത്യയുടെ നയതന്ത്രപരമായിട്ടുള്ള പക്വതയുടെ ഏറ്റവും വലിയ തെളിവാണ്. ഈ വീഡിയോ കാണുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഐക്യത്തോടെ തന്നെ നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. വിവരങ്ങൾ അറിയുന്ന ഒരു പൗരസമൂഹം ഉള്ളപ്പോൾ മാത്രമാണ് ഇന്ത്യയുടെ വിദേശ നയം ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. അതുകൊണ്ട് അമിതമായിട്ടുള്ള പ്രതികരണങ്ങൾക്കും യുദ്ധഭ്രാന്തും ഒക്കെ ഒഴിവാക്കുക. പകരം സൗദി അറേബ്യയുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാനുള്ള നമ്മുടെ സർക്കാരിൻ്റെ നയതന്ത്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുക. ഭീകരവാദത്തിനെതിരെ ഒരു തരത്തിലുമുള്ള സഹിഷ്ണുതയും കാണിക്കരുത് എന്നൊരു നിർബന്ധം നമ്മൾ പിടിക്കുക. കാരണം നമ്മൾ ജനങ്ങളാണ്, നമ്മളാണ് പവറല്ലേ. ഇന്ത്യയെ സംബന്ധിച്ച് ഓരോ വെല്ലുവിളികളും ഒരു അവസരമാണ്. ഇപ്പോൾ ട്രംപ് നമ്മളെ വെല്ലുവിളിച്ചപ്പോൾ നമ്മൾ പുതിയ മാർഗ്ഗങ്ങൾ തേടിയല്ലേ. അതുപോലെ തന്നെ ഈ സാഹചര്യം ഇന്ത്യയെ ഊർജ്ജത്തിലും പ്രതിരോധത്തിലും ഒക്കെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അത് നമ്മുടെ രാജ്യത്തിന് നല്ലതാണ്. ശക്തരായിട്ടും അഭിമാനത്തോടെയും മുന്നോട്ട് പോകാം. ചുറ്റുമുള്ള ലോകവുമായിട്ട് നമുക്ക് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇടപെടാം. അപ്പോൾ ഈ കരാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് നമ്മുടെ, അതായത് ഇന്ത്യയും സൗദിയുമായിട്ടുള്ള ആ ഒരു ബന്ധം ഉലയ്ക്കുമോ? നമുക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അതോ നൈസായിട്ടെല്ലാം അതേപടി തന്നെ തുടരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് എന്നുള്ള എപ്പോഴും നല്ലൊരു ചർച്ചാവേദിയാണ്. കമൻറ്റ് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കണ്ട. പിന്നെ ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞ ശൂന്യയെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിക്ഷേപങ്ങൾക്കും ട്രേഡിങ്ങിനും ഒരുപോലെ അനുയോജ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമാണിത്. ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ നിക്ഷേപങ്ങൾക്ക് ബ്രോക്കറേജ് ആയിട്ട് 1 രൂപ പോലും നൽകേണ്ടതില്ല എന്നതാണ്. കൂടാതെ ഇൻട്രാഡേ F&O ട്രേഡിങ്ങിന് വെറും 5 രൂപ മാത്രമാണ് ഒരു ഓർഡറിന് ചാർജ് ചെയ്യുന്നത്. ഇതുവഴി സാധാരണക്കാരായിട്ടുള്ള ട്രേഡേഴ്സിന് ഒരു മാസം ആയിരക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കും. തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ശൂന്യ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.